വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ആയത്തുകൾ ഓതി കൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണവർ. അല്ലേ? ഈമാൻ വർദ്ധിക്കുക അതിന്നില്ലാതെ പോവുകയാണ്. അല്ലേ? എത്രത്തോളം അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ തന്നെ ആളുകൾക്ക് മടിയാണ്. ദർഗയിൽ ചെന്നാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. നുസ്റത്തുൽ അനാമിൽ പറയുന്നത് 1993 ഒക്ടോബർ മാസം നുസ്റത്തുൽ അനാം പറയാണ്, ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക മാത്രമല്ല, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞങ്ങൾ ഖബറാളികളോട് തന്നെ നേരിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അത് ശിർക്കോ കുഫ്റോ അല്ല എന്നാണ് സുന്നികളുടെ വിശ്വാസം. എന്നാണ് ലാ തത്റൂനി കമാ അത്റത്തിൻ നസാരാ. ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ ജനങ്ങൾ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത് എന്ന് പറഞ്ഞു. ഇന്നിതാ ആളുകൾ വാനോളം പുകഴ്ത്തുകയും ആളുകൾ ഓരോ പോരിച്ച പറയുകയും പാവപ്പെട്ട ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുകയും അതുവഴി അവർ നിതാന്തമായ നരകത്തിലേക്ക്. അല്ലാഹു പറയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ തീർച്ചയായും അവന് സ്വർഗം ഹറാമാണ്. ഈ ശിർക്കിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ സോളിഡാരിറ്റി ഇവിടെ ഉണ്ടാവും. അത് സോളിഡാരിറ്റിയുടെ ഇന്നത്തെ പ്രവർത്തനം എന്താ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഉമ്മ അത് മരിച്ചു, മൗത്തായി. എപ്പെന്നറിയോ? സോളിഡാരിറ്റി എന്ന് പറഞ്ഞ കുട്ടിക്ക് ജന്മം നൽകിയപ്പോ. സോളിഡാരിറ്റി എന്ന് പറഞ്ഞ കുട്ടി ജനിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന മരിച്ചു. ഇന്നിപ്പോ അവരുടെ പണി എന്താ അറിയോ? കേരളത്തിന്റെ ആധുനിക കൃഷി വികസനം ഒരു ചർച്ച, നാണ്യവിളകളെ കുറിച്ച് ചർച്ച, റോഡ് വീതി കൂട്ടണോ വീതി കുറയ്ക്കണോ എന്ന് ചർച്ച. ഇവിടെ ഒരു വലിയ അമ്പ് കണ്ട അമ്പിന്റെ മുമ്പിൽ ഇവിടുത്തെ സുന്നികൾ കുമ്പിടുക, ദർഗയാന്ന് വിചാരിച്ചിട്ട്. അവർ ചെറിയ കുറച്ച് കൂടുതലുള്ള ഒരു അമ്പ, അത് കണ്ട മുമ്പിൽ വിചാരിച്ച ഏതോ ദർഗയാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ എഴുന്നേറ്റിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക, ഖുർആനിലൂടെ സുന്നത്തിലൂടെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ, പടച്ചോനേക്കാളും വലിയ സ്നേഹം പടപ്പുകളോടാണ് ആളുകൾക്ക്. അല്ലേ? അല്ലെ? അള്ളാന്റെ മുമ്പിൽ കരയാത്ത. ഇത് സുബൈ നിസ്കരിച്ച് സിയാറത്ത് ടൂർ സംഘടിപ്പിക്കാൻ ഒരു നാട്ടിൽ സിയാറത്ത് ടൂർ. അപ്പൊ സുബൈക്ക് പള്ളിയിൽ വന്ന് വേഗം നിസ്കരിച്ചവൻ പത്തീനി വസ്സൈത്തൂൻ ഉല്ലുവല്ലാഹു, സുബൈന്റെ 2 റക്അത്തിലെ ഖിറാഅത്ത്. അത് ഓതുമ്പോ പടച്ചോനെ പറ്റി ഒരോർമ്മയില്ല, ഫാത്തിഹന്റെ അർത്ഥവും അറിയില്ല, ഓനിട്ട് കരച്ചിലുമില്ല. ഓൻ വേഗത്തിലെ നിസ്കാരം കഴിഞ്ഞ് ബസ്സിലെ മുന്നിലെ സീറ്റ് കിട്ടണം സിയാറത്ത് ടൂറിനാ. അങ്ങനെ വേഗം നിസ്കരിച്ച് എന്ത് ചെയ്തു? സിയാറത്ത് ടൂറിന് വേണ്ടി ബസ്സിൽ മുമ്പ് കയറി. ഈ കക്ഷി ദർഗയിൽ അങ്ങോട്ട് ചെന്നപ്പോ പിന്നോ മിണ്ടണില്ല. പിന്നോന്റെ കണ്ണുകൾ ആകെ വിവരണമായി. പിന്നെ കുറച്ചു കഴിഞ്ഞ മുമ്പ് കരയാൻ തുടങ്ങി. ദർഗേരം കരയാണ്. പടച്ചോന്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണീര് വരാത്ത ഈ മനുഷ്യൻ അള്ളാന്റെ മുമ്പിൽ ഈ ദർഗന്റെ മുമ്പ് പോയിട്ട് കരയാണ്. നിങ്ങൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ സൂറത്ത് ബഖറയിലെ 165-ാമത്തെ ആയത്ത് ശ്രദ്ധേയമായ ഒരായത്ത്. എന്താ ആയത്ത്? നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കൂടെ? 165-ാമത്തെ ആയത്ത് ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. ഈ ആയത്ത് ശരിക്കൊന്ന് പഠിക്കേണ്ടതാണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് അറിയോ? അല്ലാഹുവിന് പുറമേ ഉള്ളവരെ അവന് സമന്മാരാക്കിയ ചില ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകളെ അവരെയും ഈ ആളുകൾ സ്നേഹിക്കുന്നു. അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ഈ ഉള്ളാളം, അതുപോലെ അജ്മീർ, നാഗൂർ, മുത്തുപേട്ട, ഭീമാപള്ളി തുടങ്ങിയിട്ടുള്ള ദർഗയിലെ ആളുകളെ അവർ സ്നേഹിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാ, യഥാർത്ഥത്തിൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സാക്ഷാൽ സത്യവിശ്വാസികൾക്ക്, ഔലിയാക്കൾക്ക് അള്ളാഹിനോടേക്ക് ഏറ്റവും വലിയ സ്നേഹം, പടച്ചോനോടാണ് അവർക്ക് ഏറ്റവും വലിയ സ്നേഹം. അല്ലേ? നോക്കിങ്ങള് ഖുർആൻ പറയാ. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ വ അന്നല്ലാഹ ശദീദുൽ അദാബ്. സത്യത്തിൽ അക്രമികളായ ഈ വിഭാഗം ആളുകൾ, ഏതാ അക്രമികളായ വിഭാഗം ആളുകൾ? അള്ളാഹിനെ പോലെ പടപ്പുകളെ സ്നേഹിക്കുന്ന ആളുകൾ. അവര് അക്രമികളാണെന്ന് അല്ലാഹു പറയുന്നത്. മാത്രമല്ല അവർ അള്ളാഹിന്റെ ശിക്ഷയെ
കഠിനമായ ശിക്ഷയെ അവർ കാണും. അന്ന് അവർ മനസ്സിലാക്കും അന്നൽ ഖുവത ലില്ലാഹി ജമീആ, സകല ഖുവത്തും അല്ലാഹുവിനാണ് എന്നവർ മനസ്സിലാക്കുന്നതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഏർവാടി തീ പിടിച്ചു, ഏർവാടിയിൽ തീ പിടിച്ചു. അന്ന് മുജാഹിദ് ചോദിച്ചു, ഏറ്റവും ചുരുങ്ങിയതായി 25 ആള് മെന്റൽ രോഗികൾ ചങ്ങലെ കിടന്നിരുന്നല്ലോ, 2 മണിക്കൂറിന്റെ ശേഷമാണ് ഇവരൊക്കെ കത്തി മരിച്ചത്. നിങ്ങളുടെ ശേഖന് വല്ല കഴിവുണ്ടായിരുന്നെങ്കിൽ ആ ചങ്ങലെങ്കിലും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഇവരെ എഴഞ്ഞെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു. അതുപോലും നിങ്ങളെ ദർഗയെ കഴിഞ്ഞില്ലല്ലോ എന്ന്. അതിന് സക്കാബിമാര് പ്രസംഗിച്ചെന്നറിയോ? ആഹാ, ഇവിടെ വഹാബികൾ ചോദിക്കുന്നു, എന്താ ദർഗയിലെ ശേഖന് കഴിവില്ലേ? എന്താ വഹാബികളെ മീനായിൽ തീ പിടിച്ച പെങ്ങൾ അല്ല എവിടെ? ഇനി ഈ ആയത്തെ നിങ്ങളൊന്ന് അതിന് കണക്ട് ചെയ്ത് നോക്കിയേ. മൊഹിദീമാല എന്ന് പറഞ്ഞിട്ടൊരു സാധനം, മൊഹിദീമാല. ഇതിൽ ചോദിക്കണം എന്തറിയോ? മൊഹിദീമാല തെറ്റാണെങ്കിൽ എടാ ഖുർആനും തെറ്റാണ്. ആ മൊഹിദീമാല തെറ്റാ കണ്ടോ? മൊഹിദീമാല തെറ്റാണെന്ന് പറഞ്ഞപ്പോ അവൻ എന്തുണ്ടായി? വികാരണ്ടായി. മൊഹിദീമാല തെറ്റാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു. ദേഷ്യം വന്ന ഉടനെ അവൻ പറഞ്ഞു, എന്നാലേ നിങ്ങൾ അള്ളാന്റെ ഖുർആനും തെറ്റാ. പണ്ടാരോന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില്, നിങ്ങൾക്ക് മനസ്സിലാവാറില്ല, എന്നാലേ പറയാം. പിന്നെ ആരാനെ തോൽപ്പിച്ചിട്ട് അവനാൻ ചന്തി കേൾക്കാതിരുന്നാല് അവന്റെ ദോഷം എന്നല്ലാതെ അതിന് വെറും പറയാൻ. അതുപോലെ അവനവനെ ഏറ്റവും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ അതിൽ പറ്റിയ തെറ്റ് തെറ്റാന്ന് പറയുമ്പോ പടച്ചോനെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി എന്നല്ലാതെ ഞങ്ങൾക്ക് എന്താ? നിങ്ങളെ പടച്ചോനും ഞങ്ങളെ പടച്ചോനും ഒന്നാ. എന്നാ അവര് പറയുന്നേക്കണം നിങ്ങൾക്ക് ഈ മൊയ്തീമാല ഇവർക്ക് ഏറ്റവും വലിയ പ്രമാണമാണല്ലോ മൊയ്തീമാല. കാരണം മൊയ്തീമാല തെറ്റാറിന ഖുർആനും തെറ്റിയെന്നാണല്ലോ പറയുന്നത്. ഇതിലിങ്ങ് കേൾക്കണോ? ഒരു പാരഗ്രാഫ് കേട്ടോളൂ നിങ്ങൾ. ഇതിന്റെ 479 പേജ്. സുന്നികളെ വിമർശിക്കേണ്ടി വരുമ്പോൾ ഇത്തരക്കാർ വിവരക്കേടേ പറയാറുള്ളൂ. ആരും മുജാഹിദുകൾ. ഇവർക്കിതൊരു ശാപമായിരിക്കാം. ഇനി മുറിന്യായക്കാരോട് നമുക്ക് ചോദിക്കാം, ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കിടയിലുമില്ലേ എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ മുജാഹിദുക്കില്ലേ എന്നാണ് ചോദ്യം. എന്നിട്ട് പറയാൻ കേട്ടോ, അല്ലാഹു സർവശക്തനാണെന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അവൻ തന്നെ മതി നിങ്ങൾക്കൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ടോ? അല്ലാഹു സർവശക്തനാണെന്നും അല്ലാഹു പ്രശ്നം പരിഹരിക്കുമെന്നും സുന്നികളായ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് തുടർന്ന് ഇയാൾ പറയാം, മാത്രവുമല്ല അല്ലാഹു പോരേ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു. സത്യത്തിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ട്, അള്ളയാണ് ചോദിച്ച്.